നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഭഗവാന്റെ സന്ദേശത്തിൽ നോക്കാൻ പോകുന്നത് നിങ്ങളിലേക്ക് ഉടനെ വന്നു ചേരുന്ന സന്തോഷങ്ങൾ എന്തെല്ലാമാണ്, എന്തെല്ലാം ശുഭകാര്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നതാണ്. അപ്പോൾ ഭഗവാൻ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത് എന്ന് അറിയാനായിട്ട് ഈ ഒരു സന്ദേശം പൂർണ്ണമായിട്ടും കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്തവ വിട്ടുകളയുക. അപ്പോൾ ഭഗവാന്റെ സന്ദേശം എന്താണെന്ന് നോക്കാം. ഇവിടെ നിങ്ങളിൽ പലർക്കും നിങ്ങൾ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു അംഗീകാരം കിട്ടാത്തവരാണ് എന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. ഏത് കാര്യം ഏറ്റെടുത്താലും അത് വളരെ ഭംഗിയായിട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ട്. അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള പല കഴിവുകളും ഉള്ള വ്യക്തികളാണ് നിങ്ങളിൽ പലരും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോത്സാഹനമോ അല്ലെങ്കിൽ ഒരു അംഗീകാരമോ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് നിങ്ങൾക്ക് വല്ലാത്ത മാനസിക വിഷമം ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നിങ്ങൾക്ക് സൗഭാഗ്യത്തിൻ്റെ, സന്തോഷത്തിൻ്റെയൊക്കെ ദിനങ്ങളാണ് വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവർ നിങ്ങളെ തിരിച്ചറിയുന്ന, നിങ്ങളുടെ കഴിവുകളെ അംഗീകരിക്കുന്ന, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് ഇവിടെ കാണുന്നുണ്ട്. മുന്നോട്ട് പോകുന്തോറും ധാരാളം സന്തോഷ നിമിഷങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പുതിയ തുടക്കമാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പല കാരണങ്ങളാൽ അകന്നു മാറി നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ വീണ്ടും ഒത്തുചേർന്ന് ഒരു പുതിയ തുടക്കത്തിലേക്ക്, പുതിയ സന്തോഷത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതാണ്. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെയും വന്നു ചേർന്നിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഐശ്വര്യത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലം ഭയം, ആശങ്ക, പല രീതിയിലുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ നിങ്ങളിൽ ഇപ്പോൾ കടന്നു കൂടിയിരിക്കുന്നുണ്ട്. എപ്പോഴും ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അതിൽ മുഴുകിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സ് വെച്ചാൽ, നിങ്ങൾ സ്വയം വിചാരിച്ചു കഴിഞ്ഞാൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഭയത്തിൽ നിന്ന്, ആശങ്കയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്ന സന്ദേശം. നിങ്ങളുടെ ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്. അതിനാൽ നിങ്ങൾ സ്വയം വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് മുന്നിൽ വെളിച്ചമുണ്ട്. എന്നാൽ അതിലേക്ക് നിങ്ങൾ സ്വയം എത്തിച്ചേരേണ്ടതാണ്. നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു അനാവശ്യ ചിന്തകളിൽ നിന്ന്, ഭയത്തിൽ നിന്ന്, ആശങ്കകളിൽ നിന്നൊക്കെ നിങ്ങൾ സ്വയം പുറത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളിൽ പലരും എന്തോ ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് എന്ന് കാണുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി വന്നു ചേർന്നെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തി ലഭിക്കും എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഒരുപക്ഷെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം വന്നു ചേരും എന്ന സന്ദേശം ഭഗവാൻ നൽകുന്നുണ്ട്. അതായത് നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം വന്നു ചേരും. നിങ്ങളുടെ പരിശ്രമങ്ങളിൽ വിജയം കണ്ടെത്താൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളെക്കുറിച്ച് കാണുന്നത് വളരെ നിഷ്കളങ്കരായ ആളുകളുടെ ഒരു എനർജിയാണ്. നിഷ്കളങ്കർ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഒരു തരി പോലും കള്ളമില്ലാത്ത, ഇപ്പോൾ നിങ്ങളോട് ആര് സ്നേഹത്തോടെ പെരുമാറിയാലും അല്ലെങ്കിൽ ആര് നിങ്ങളെ ചിരിച്ചു കാണിച്ചാലും അവരെല്ലാം നല്ലവരാണ്, അവർ വിശ്വസ്തരാണ്. നിങ്ങൾക്ക് നല്ലത് വന്ന് ചേരണമെന്നാണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള ഒരു വിചാരമാണ് നിങ്ങൾക്കുള്ളത്.
നിങ്ങളിൽ നിന്നും മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വളരെ എളുപ്പമാണ്. കാരണം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കേട്ടാൽ പെട്ടെന്ന് മനസ്സലിവുണ്ടാകുന്ന കൂട്ടത്തിലാണ് നിങ്ങളുള്ളത്. അതിനാൽ തന്നെ ആരെങ്കിലും നിങ്ങളോട് ഒരു സഹായം ചോദിച്ചാൽ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ പോലും എവിടെ നിന്നെങ്കിലും നിങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കാറുണ്ട്. ഇല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരം ആളുകളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ ഇത്തരം പ്രവൃത്തികൾ, നിങ്ങളുടെ ഈ ഒരു നല്ല മനസ്സൊക്കെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമൃദ്ധിയും ഐശ്വര്യവുമൊക്കെ കൊണ്ട് നൽകുന്നതാണ്. അതുപോലെ തന്നെ ഈശ്വര അനുഗ്രഹമുണ്ട് നിങ്ങൾക്ക്. അകന്നു മാറിപ്പോയവർ തിരികെ നിങ്ങളെ തേടി എത്താനുള്ള സാധ്യതകളും വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കൂടാതെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ആ ഒരു ബന്ധം വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് കൊണ്ട് നൽകും എന്നിവിടെ കാണുന്നുണ്ട്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ സഹായത്താൽ ഒരുപാട് വിജയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങളെക്കാൾ പക്വത കുറച്ച് കൂടുതലുള്ള കൂട്ടത്തിലാണ് അവരുള്ളത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ നൽകി, വേണ്ട സഹായങ്ങൾ നൽകി നേരായ മാർഗത്തിലൂടെ നിങ്ങളെ നടത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം നിങ്ങൾക്ക് നല്ലത് കൊണ്ട് നൽകും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ മാത്രമല്ല, ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവർക്കും നിങ്ങളുടെ പങ്കാളിയുടെ സഹായത്താൽ ധാരാളം നേട്ടങ്ങൾ വന്നു ചേരും എന്നിവിടെ കാണുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷം കടന്നു വരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും മറന്ന് മനസ്സിനെ ശാന്തമായിട്ട് സമാധാനമായിട്ട് വയ്ക്കുക. ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഒരു പ്രകാശം നിങ്ങൾക്ക് മുന്നിലുണ്ട്. അതിലേക്ക് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ള സന്ദേശമാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഈശ്വരനെ കൂടുതൽ അറിയുന്ന, ഈശ്വരനിലുള്ള വിശ്വാസം വർദ്ധിക്കുന്ന, പല അപ്രതീക്ഷിതമായിട്ടുള്ള നല്ല കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള ദിനങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. മനസ്സിൽ ശുഭപ്രതീക്ഷ ഉണ്ടാക്കിയെടുക്കുക. എല്ലാ കാര്യങ്ങളെയും എപ്പോഴും പോസിറ്റീവായിട്ട് സമീപിക്കുക. അപ്പോൾ ഇതായിരുന്നു ഭഗവാൻ ഇന്ന് നിങ്ങൾക്ക് നൽകിയ സന്ദേശം. ഈ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കുക, അല്ലാത്തവ വിട്ടുകളയുക. ഭഗവാന്റെ അനുഗ്രഹം എല്ലായ്പ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.